നിതാഖാത്ത് മൂലം സൗദിയിൽ നിന്നും മടങ്ങിയവർക്ക് പ്രഖ്യാപിച്ച പദ്ധതികൾ നടപ്പിലാക്കുക, പ്രവാസികൾക്ക് പലിശരഹിത വായ്പ അനുവദിക്കുക, പ്രവാസികൾക്കുള്ള പദ്ധതി തുരങ്കം വയ്ക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സത്യാഗ്രഹ സമരം. ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗം ക്ഷേമനിധിയിൽ നിന്ന് 25 ലക്ഷം രൂപ വരെ അവർക്ക് ലോൺ കൊടുക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷേ അതിനൊരുപാട് കടമ്പകളുണ്ട്. എങ്ങനെ കൊടുക്കാതിരിക്കാൻ പറ്റുമെന്നാണ് ഗവൺമെൻറ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് തോന്നുന്നത്. രാഷ്ട്ര നിർമ്മാണത്തിന് നിർണായക സംഭാവനകൾ അർപ്പിക്കുന്ന പ്രവാസികളെ പരിഗണിക്കാൻ സർക്കാർ തയ്യാറായില്ലെങ്കിൽ കടുത്ത വില നൽകേണ്ടി വരുമെന്നും സമരക്കാർ മുന്നറിയിപ്പ് നൽകി. സാമ്പത്തിക അതിർത്തി കാത്തുരക്ഷിക്കുന്നതിനാണ് ഞങ്ങൾ. ഏതാണ്ട് ജവാന്മാർക്ക് കൊടുക്കുന്ന തത്തുല്യമായ പരിഗണനയെങ്കിലും ഞങ്ങൾ കിട്ടണം. ഞങ്ങൾ ജവാന്മാർക്ക് തുല്യമാണെന്ന് പറഞ്ഞ് ആക്ഷേപിക്കരുത്. പക്ഷേ അവർ ധാർമ്മികമായി ചെയ്യുന്നത് അതിർത്തി കാവലാണെങ്കിൽ ഞങ്ങൾ ധാർമ്മികമായി ചെയ്യുന്നത് സാമ്പത്തിക അതിർത്തി രക്ഷിച്ച് നാടിനെ തകർക്കാതെ, ബാങ്കുകൾ കാലിയാവാതെ, ഈ നാടിനെ മറ്റുള്ള രാജ്യത്തിന് മുമ്പിൽ ഭിക്ഷയെടുക്കുന്ന പിച്ചപ്പാടിയുമായി പോകുന്ന ഒരു ഗതിയില്ലാത്ത അവസ്ഥ ഉണ്ടാക്കാത്ത രക്ഷിച്ചവരാണ് ഞങ്ങൾ. 3 മാസത്തിനൊരു പരിഹാരമായില്ലെങ്കിൽ KMCC യും പ്രവാസി ലീഗും ശക്തമായി സമര രണാങ്കണത്തിലുണ്ടാകും. മീഡിയ 1